ഹലോ, ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? അതെ, വയനാടൻ കാടുകളിലൂടെ ഗുണ്ടൽപേട്ടിലേക്കൊരു യാത്ര. പുലർച്ചെ ഒരു 5 മണിക്ക് പുറപ്പെട്ടുട്ടോ ഞങ്ങൾ. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ സംഗമ ഭൂമി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വയനാട്ടിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത മനോഹരമായൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഗുണ്ടൽപേട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വയറ് വിശപ്പിൻ്റെ സിഗ്നൽ നൽകി തുടങ്ങിയിട്ടോ. ആദ്യം കണ്ട ഉടുപ്പി ഹോട്ടലിൽ കയറി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എൻ്റെ മുഖത്തും. എല്ലാവർക്കും പുലർച്ചെ പുറപ്പെട്ടതല്ലേ, മീസൊക്കെ അതിൻ്റെ ഒരു ഹാപ്പിയിലാണ്. ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഇങ്ങനൊരു ഷേപ്പിൽ ആദ്യമായിട്ടാണ് കേട്ടോ ദോശ കാണുന്നത്. ദോശയുടെ മുകളിൽ വേറൊരു ദോശ, ഒരു തൊപ്പി വെച്ച ദോശ പോലെ ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആയിരുന്നു. വലിയ ടേസ്റ്റൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ബാക്കിലിരുന്ന് ഞങ്ങൾ 2 പേരും ഫുള്ള് കത്തിയടിയാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മുമ്പിലിരിക്കുന്നവരുടെ കിളി പോയി ഇരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒന്നും അറിയാതെ ഞങ്ങൾ എന്തൊക്കെയോ ആണ് പറയുന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് വയനാട് കാടുകളിലൂടെയാണ്. എന്ത് രസമാണല്ലേ കാണാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ എവിടെയും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, പണി കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. സൂര്യകാന്തി വസന്തകാലം കാണാൻ. അവിടുന്ന് നേരെ പോയത് ഹിമവത് ഗോപാലസ്വാമിപുര ക്ഷേത്രത്തിലേക്കാണ്. അവിടെ പോകാനുള്ള ബസ് ടിക്കറ്റിനുള്ള ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു 1 അവർ ക്യൂ കിട്ടിയിട്ടോ. കാഴ്ചകൾ അത്ര മനോഹരമായിരുന്നതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ലഞ്ച് കഴിക്കാനായി ഞങ്ങൾ കമ്മത്ത് റെസ്റ്റോറൻറ്റിലേക്കാണ് എത്തിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പേര് കേട്ടപ്പോൾ എനിക്ക് ദിലീപേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ സിനിമയായ കമ്മത്താണ് കേട്ടോ ഓർമ്മ വന്നത്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള, കുറച്ച് സ്പേസ് ഉള്ള റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു ഇത്. അപ്പം ഞങ്ങൾ അവിടേക്ക് കയറിയപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മെനുവിനെ കുറിച്ച് അവർ ഒരു ബോർഡ് തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് വായിച്ച് അകത്തേക്ക് പതിയെ കയറുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളോട്ട് കയറിയപ്പോൾ ആദ്യം കണ്ടത് പ്ലേ ഏരിയ ആണ് കേട്ടോ. കുട്ടികൾ ഹാപ്പി, കൂടെ ഞാനും. കാരണം ഞങ്ങൾക്കിതൊരു നേരം പോക്കായിരുന്നു. കുട്ടികൾക്കുള്ളതാണെങ്കിലും പാരൻസ് അതിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഫുഡിൻ്റെ മെനു നോക്കുന്ന ഒരു സമയമാണ് കേട്ടോ അത്. എല്ലാവരും കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. പക്ഷേ അവസാനം നോക്കി ബിരിയാണിയിൽ തന്നെ എത്തിച്ചേർന്നു. ബിരിയാണിയും ഫ്രൈഡ് റൈസും ഐസ്ക്രീമാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബിരിയാണി വന്നപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് റൈസായിരുന്നു. ചിക്കനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക്. അങ്ങനെ അതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ പൂളും, ആ ഏരിയയിൽ തന്നെ പൂളൊക്കെ കണ്ടു. അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുകയാണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ വേറൊരു പ്രത്യേകത ഇതുപോലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ആനയുടെയും കുറച്ച് ശില്പങ്ങളുടെയൊക്കെ ഒരു ഇത് തന്നെ അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവർ. ഇത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. ഇവിടെ 4 ആനകളായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായിരുന്നത്. വീഡിയോ അലൗഡ് അല്ല എന്ന് അവർ ആദ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കോന്നി സുരേന്ദ്രനെയും അങ്ങനെ 4 ആനകളെ കണ്ടു. ബാക്കി ആനകൾ ഇവിടെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ.